ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നടന്നിട്ടുള്ള NMMS പരീക്ഷ അടിപൊളിയായിട്ട് നിങ്ങളൊക്കെ എഴുതി എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ NMMS പരീക്ഷ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ കമന്റിൽ ചേർക്കണേ. സാറ്റ് സിമ്പിൾ ആയിരുന്നോ? മെന്റൽ എബിലിറ്റിയിൽ എത്ര മാർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? ഈ തരത്തിലുള്ള കമന്റ്സ് നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ ആദ്യം എഴുതുക. നിങ്ങളുടെ എക്സ്പീരിയൻസ്, NMMS പരീക്ഷ എഴുതിയതിന്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാന്നുള്ളത് കമന്റിൽ ആദ്യമായിട്ട് ചേർക്കുക. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും NMMS പരീക്ഷ കഴിഞ്ഞു, ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് എന്ന്. ഓക്കെ, കഴിഞ്ഞ 3-4 മാസത്തെ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രിപ്പറേഷന്റെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. പരീക്ഷ എഴുതുക. വളരെ വളരെ കോൺഫിഡൻസ് ആയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തു. വളരെ ആത്മവിശ്വാസത്തോടെ എക്സാം എഴുതി നിങ്ങൾ പുറത്ത് ഇറങ്ങി അല്ലേ. ഇനി റിലാക്സ് ആവുക. ഈ 3-4 മാസത്തെ ഈ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ധാരാളം സ്ട്രെസ്സുകളും മറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതൊക്കെ ഇറക്കി വെക്കാനുള്ള സമയമാണ്. ഇനി നിങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. 11-ാം തീയതി തൊട്ട് തുടങ്ങുന്ന എക്സാം ആണ്. അത് ഞാൻ ഉറപ്പു തരുന്നു, നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിരിക്കും. 11-ാം തീയതി മുതൽ നടക്കുന്ന ഹാഫ് ഇയർലി എക്സാം, നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. കാരണം നിങ്ങൾ NMMSന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ പ്രിപ്പയർ ചെയ്ത കാര്യം തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിലും നിങ്ങൾക്ക് എഴുതാനുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. ഇനി NMMS പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൻസർ കീസ്, ഒഫീഷ്യൽ ആൻസർ കീസ് 1-2 ആഴ്ച കൊണ്ട് സൈറ്റിൽ ലഭ്യമാകും. നമ്മൾ ഇന്ന് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ മാറ്റിൻ്റെയും സാറ്റിൻ്റെയും ആൻസർ കീസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സാധാരണഗതിയിൽ ഞാൻ കുട്ടികളോട് പറയാറുള്ള എല്ലാ വർഷവും പരീക്ഷ എഴുതുന്ന കുട്ടികളോട് പറയാറുള്ളത്, നിങ്ങൾ ഒരിക്കലും ഇന്ന് ആൻസർ കീ നോക്കിയിട്ട് ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ ആൻസർ കീ നോക്കിയിട്ട് ഇവാലുവേഷനിലേക്ക് പോവാതിരിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഇന്നൊന്ന് റിലാക്സ് ആയിട്ട് നാളെയോ അല്ലെങ്കിൽ മറ്റുള്ള ദിവസങ്ങളിൽ മാത്രമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ കീ മറ്റും നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ മാർക്കുകൾ ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് സാറ്റിന്റെ മാറ്റിന്റെയും ഒക്കെ ആൻസർ കീ ആണ്. പല ആൾക്കാരും കട്ട് ഓഫ് പ്രഡിക്ഷനിൽ ആയിട്ട് വരും. കട്ട് ഓഫ് നമ്മളും പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പേപ്പർ വിശദമായിട്ട് വാലുവേറ്റ് ചെയ്തതിന് ശേഷം എത്രയായിരിക്കും കട്ട് ഓഫ് എന്നുള്ളത് ഓരോ ജില്ല തിരിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ് എത്രയായിരുന്നു, പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എത്രയാണ്, അപ്പോൾ എത്ര മാർക്കാണ് സേഫ് സോണ്, അല്ലെ എത്ര മാർക്ക് കിട്ടിയവർക്ക് സ്കോളർഷിപ്പ് പ്രതീക്ഷിക്കാം എന്നുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊന്നും ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷൻ ആവേണ്ട. ഈ പ്രോസസ്സ്, NMMS എക്സാം എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ പ്രയത്നിച്ച് അത് നിങ്ങൾ നിങ്ങളുടെ OMR ഷീറ്റിൽ പ്രതിഫലിച്ചിട്ടുണ്ടാകും. അപ്പൊ അതിൻ്റെ ഒരു റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ എത്രത്തോളം അധ്വാനിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ അതെന്തായാലും നിങ്ങൾക്ക് ഗുണം തന്നെ ചെയ്യും. സാധാരണഗതിയിൽ NMMSന്റെ മാർക്ക് അല്ലെങ്കിൽ റിസൾട്ട് വരിക മാർച്ച് ഏപ്രിൽ മാസത്തിലാണ്. അപ്പോൾ ഇത്രയൊരു 3-4 മാസത്തെ ഗ്യാപ്പ് നമുക്കുണ്ട്. ഈ 3-4 മാസം കഴിഞ്ഞിട്ടാണ് ഇനി റിസൾട്ട് വരിക. അത്രയും സമയം നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ടൈം ബൗണ്ട് ആയിട്ട് നടക്കും. അതിൻ്റെ ആൻസർ കീ വരും. ആൻസർ കീയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താനുള്ള അല്ലെങ്കിൽ അതിനുള്ള അപേക്ഷ കൊടുക്കാനുള്ള സമയമുണ്ടാകും. ആദ്യം വരിക ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു മാർക്ക് അല്ലെങ്കിൽ ആൻസർ കീ ആയിരിക്കും. പിന്നീട് വരുന്നത് ഫൈനൽ ആൻസർ കീ വരും. തെറ്റുകളൊക്കെ തിരുത്തിയിട്ടുള്ള ഒരു ഫൈനൽ ആൻസർ കീ വരും. പിന്നെ അതിനുശേഷമാണ് റിസൾട്ട് വരുന്നത്. റിസൾട്ടിൽ സ്കോളർഷിപ്പ് നേടിയവരുടെ മാർക്കും അതുപോലെ തന്നെ അവരുടെ നമ്പേഴ്സും റോൾ നമ്പറൊക്കെ അടങ്ങിയ റിസൾട്ടുകൾ വരും. അത് മാർച്ച് മാസമാകും നമ്മുടെ റിസൾട്ട് വരുന്നതിന് വേണ്ടി. അപ്പോൾ ഇന്നത്തെ ദിവസം ഇനി റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ സാധാരണ ദിവസങ്ങളിലേക്ക് മടങ്ങി പോകുന്നത് പോലെ നിങ്ങൾക്ക് മടങ്ങി പോകാം. എക്സാമിന്റെ ആ ടെൻഷനും അതുപോലെ തന്നെ ആ ഒരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് റിലാക്സ് ആയിട്ട് നിൽക്കുക.
ദെൻ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവും, കാൻഡിഡേറ്റ് കോപ്പി ഉണ്ടാവും. അതിൽ കൃത്യമായിട്ട് നിങ്ങൾ ബബിൾ ചെയ്തത് എവിടെയെന്നുള്ളത് നോക്കാനുള്ളതിന് വേണ്ടിയിട്ടാണ് കാൻഡിഡേറ്റ് കോപ്പി. ആ കാൻഡിഡേറ്റ് കോപ്പി വെച്ചതിന് ശേഷം നിങ്ങളുടെ ആൻസർ കീ നോക്കിയിട്ട് എത്രത്തോളം മാർക്ക് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നോക്കാം. സാറ്റിൽ എത്രത്തോളം ഉണ്ട്, മാറ്റിൽ എത്രത്തോളം ഉണ്ട്, ടോട്ടൽ മാർക്ക് എത്രയുണ്ട്. ദെൻ നമ്മൾ 2 ദിവസം കൊണ്ട് ഒരു ടോട്ടലി പേപ്പർ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം എത്ര മാർക്കാണ് സേഫ് സോണ്, എത്ര മാർക്കുള്ളവർക്ക് ആണ് സ്കോളർഷിപ്പ് പ്രതീക്ഷിക്കാവുന്നത് എന്ന തരത്തിലുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. റിലാക്സ് ആവുക. ദെൻ 11-ാം തീയതി നടക്കുന്ന, അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ NMMS പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ന് നടന്നിട്ടുള്ള പരീക്ഷയുടെ എക്സ്പീരിയൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ.